23/1/25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മുഖ്യമായ 2 കാര്യങ്ങൾ എല്ലാവരെയും മനസ്സിലാക്കിക്കണം. 1. ബാബയെ ഓർമ്മിക്കൂ. 2. 84-ന്റെ ചക്രത്തെ അറിയൂ. പിന്നെ എല്ലാ ചോദ്യങ്ങളും സമാപ്തമായിക്കൊള്ളും. ചോദ്യം: ശ്രീകൃഷ്ണന്റെ മഹിമയിൽ ഇല്ലാത്ത ഏതൊരു വാക്ക് ബാബയുടെ മഹിമയിൽ വരുന്നു? ഉത്തരം: വൃക്ഷപതി ഒരു ബാബയാണ്. ശ്രീകൃഷ്ണനെ വൃക്ഷപതി എന്ന് പറയുകയില്ല. പിതാക്കന്മാരുടെയും പിതാവ് എന്നും പതിമാരുടെയും പതി എന്നും ഒരു നിരാകാരനെയാണ് പറയുന്നത്, ശ്രീകൃഷ്ണനെ അല്ല. 2 പേരുടെയും മഹിമകൾ പ്രത്യേകം പ്രത്യേകം സ്പഷ്ടമാക്കൂ. ചോദ്യം: കുട്ടികളായ നിങ്ങൾ ഗ്രാമങ്ങൾ തോറും ഏതൊരു പെരുമ്പറ മുഴക്കണം? ഉത്തരം: ഗ്രാമങ്ങൾ തോറും ഈ പെരുമ്പറ മുഴക്കൂ. മനുഷ്യനിൽ നിന്നും ദേവതയും നരകവാസിയിൽ നിന്നും സ്വർഗവാസിയും എങ്ങനെ ആകുവാൻ സാധിക്കും എന്നത് വന്ന് മനസ്സിലാക്കൂ. സ്ഥാപനയും വിനാശവും എങ്ങനെ നടക്കുന്നു എന്ന് വന്ന് മനസ്സിലാക്കൂ. ഗീതം: നീ തന്നെ മാതാവും പിതാവും നീ തന്നെ. ഓം ശാന്തി. ഈ ഗീതത്തിൻ്റെ അവസാനം വരുന്ന ലൈൻ നീ തന്നെ തോണിയും നീ തന്നെ തോണിക്കാരനും എന്നത് റോങ് ആണ്. ഇതുപോലെ താങ്കൾ തന്നെ പൂജ്യനും താങ്കൾ തന്നെ പൂജാരിയും എന്ന് പറയുന്നുവോ, ഇതും അതേപോലെ ആയിപ്പോകുന്നു. ആര് ജ്ഞാനത്തിൻ്റെ തിളക്കമുള്ളവരായിരിക്കുമോ അവർ പെട്ടെന്ന് ഈ ഗീതം നിർത്തും. കാരണം ബാബയുടെ ഇൻസൾട്ട് ഉണ്ടാകുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് നോളജ് ലഭിച്ചു. മറ്റു മനുഷ്യർക്ക് ഈ നോളജ് ഇല്ല. നിങ്ങൾക്കും ഇപ്പോൾ തന്നെയാണ് ലഭിക്കുന്നത്, പിന്നീടൊരിക്കലും ലഭിക്കുന്നില്ല. പുരുഷോത്തമരാകുന്നതിന് വേണ്ടിയുള്ള ഗീതയുടെ ഭഗവാന്റെ നോളജ് ലഭിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നു. പക്ഷേ എപ്പോൾ ലഭിക്കുന്നു, എങ്ങനെ ലഭിക്കുന്നു, ഇത് മറന്നുപോയി. ഗീത തന്നെ ധർമ്മസ്ഥാപനയുടെ ശാസ്ത്രമാണ്. മറ്റൊരു ശാസ്ത്രവും ധർമ്മസ്ഥാപനാർത്ഥം ഉള്ളവയല്ല. ശാസ്ത്രം എന്ന വാക്കും ഭാരതത്തിൽ തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത്. സർവശാസ്ത്രമയ ശിരോമണി തന്നെയാണ് ഗീത. പിന്നെ ആ ധർമ്മങ്ങളെല്ലാം പിന്നാലെ വരുന്നവയാണ്. അതിനെ ശിരോമണി എന്ന് പറയില്ല. കുട്ടികൾ അറിയുന്നുണ്ട്, വൃക്ഷപതി ഒരേ ഒരു ബാബയാണ്. ആ ഒന്ന് നമ്മുടെ പിതാവാണ്, പതിയുമാണ്, സർവരുടെ പിതാവുമാണ്. ആ ഒന്നിനെ പതിമാരുടെയും പതി, പിതാക്കന്മാരുടെ പിതാവ് എന്ന് പറയുന്നു. ഈ മഹിമ ഒരു നിരാകാരൻ്റേത് തന്നെയാണ് പാടപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ്റെയും നിരാകാരനായ ബാബയുടെ മഹിമയും തമ്മിലുള്ള താരതമ്യം ചെയ്യപ്പെടുന്നു. ശ്രീകൃഷ്ണൻ പുതിയ ലോകത്തിലെ പ്രിൻസാണ്. കൃഷ്ണൻ പിന്നെ പഴയ ലോകത്തിൽ സംഗമയുഗത്തിൽ രാജയോഗം എങ്ങനെ പഠിപ്പിക്കും? ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളെ ഭഗവാനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പഠിച്ച് ഈ ദേവീ ദേവതയാകുന്നു. പിന്നീട് ഈ ജ്ഞാനം നടക്കുന്നില്ല, പ്രായേണ ലോപിച്ചു പോകുന്നു. പിന്നെ മാവിൽ ഉപ്പ് പോലെ, അതായത് ചിത്രങ്ങൾ അവശേഷിക്കും. വാസ്തവത്തിൽ ആരുടെയും ചിത്രം യഥാർത്ഥമല്ല. ആദ്യമാദ്യം ബാബയുടെ പരിചയം ലഭിക്കുമ്പോൾ നിങ്ങൾ പറയും, ഇത് ഭഗവാനാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ആ ഒന്ന് സ്വതവേ തന്നെ പറഞ്ഞു തരും. നിങ്ങൾ ചോദ്യം എന്ത് ചോദിക്കുവാനാണ്? ആദ്യം ബാബയെ അറിയൂ. ബാബ ആത്മാക്കളോട് പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. 2 കാര്യങ്ങൾ ഓർമ്മിക്കൂ, ഇത്രമാത്രം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, 84-ന്റെ ചക്രത്തെ ഓർമ്മിക്കൂ, ഇത്രമാത്രം. ഈ 2 മുഖ്യ കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കിക്കേണ്ടത്. ബാബ പറയുന്നു, നിങ്ങൾ തൻ്റെ ജന്മങ്ങളെ അറിയുന്നില്ല.
ബ്രാഹ്മണരായ കുട്ടികളോട് തന്നെയാണ് പറയുന്നത്. മറ്റാർക്കും മനസ്സിലാക്കാൻ പോലും സാധിക്കില്ല. എക്സിബിഷനിൽ നോക്കൂ, എത്ര ജനത്തിരക്കുണ്ടാകുന്നു, ഇത്രയും മനുഷ്യർ പോകുന്നു. അപ്പോൾ തീർച്ചയായും കാണേണ്ട ഒരു കാര്യം തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഉള്ളിൽ കയറുന്നു. ഓരോരുത്തർക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണെങ്കിലും വായി ക്ഷീണിച്ചു പോകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പ്രദർശിനി മാസം മുഴുവൻ തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് ജനത്തിരക്കുണ്ട്, നാളെയോ മറ്റന്നാളെയോ വരണം എന്ന് പറയാവുന്നതാണ്. അതും ആർക്കാണോ പഠനത്തിൻ്റെ ആഗ്രഹമുള്ളത് അഥവാ മനുഷ്യനിൽ നിന്നും ദേവതയാകുവാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ ഒരേ ഒരു ലക്ഷ്മി നാരായണൻ്റെ ചിത്രം അഥവാ ബാഡ്ജ് കാണിച്ചു കൊടുക്കണം. ബാബയിലൂടെ ഈ വിഷ്ണുപുരിയുടെ അധികാരിയാകാൻ സാധിക്കും. ഇപ്പോൾ ജനത്തിരക്കുണ്ട്, സെൻറ്ററിലേക്ക് വരണം. അഡ്രസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മാത്രം പറയും, ഇത് സ്വർഗമാണ്, ഇത് നരകമാണ്. ഇതിലൂടെ മനുഷ്യർ എന്ത് മനസ്സിലാക്കുവാനാണ്? ടൈം വേസ്റ്റ് ആകുന്നു. ഇത് വലിയ വ്യക്തിയാണോ, ധനികനാണോ, ദരിദ്രനാണോ എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കില്ല. ഇക്കാലത്ത് ഡ്രസ്സും മറ്റും ധരിക്കുന്നത് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിലാണ്. ആദ്യം ബാബയുടെ പരിചയം നൽകണം. ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നവനാണ്. ഇപ്പോൾ ഇത് ആകേണ്ടതുണ്ട്. എയിം ഒബ്ജക്റ്റ് നിൽക്കുകയാണ്. ബാബ പറയുന്നു, ഉയർന്നതിലും ഉയർന്നത് ഞാനാകുന്നു, എന്നെ ഓർമ്മിക്കൂ. ഇത് വശീകരണ മന്ത്രമാണ്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ വികർമ്മം വിനാശമാകും, വിഷ്ണുപുരിയിൽ വരികയും ചെയ്യും. ഇത്രയും തീർച്ചയായും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതാണ്. 8-10 ദിവസം എക്സിബിഷൻ വെക്കേണ്ടതാണ്. നിങ്ങൾ ഗ്രാമങ്ങളിൽ പെരുമ്പറം മുഴക്കൂ. മനുഷ്യനിൽ നിന്നും ദേവതയും നരകവാസിയിൽ നിന്നും സ്വർഗവാസിയും എങ്ങനെയാകുവാൻ സാധിക്കും? വന്ന് മനസ്സിലാക്കൂ. സ്ഥാപനയും വിനാശവും എങ്ങനെ ഉണ്ടാകുന്നു? വന്ന് മനസ്സിലാക്കൂ. യുക്തികൾ വളരെയധികമുണ്ട്. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, സത്യയുഗവും കലിയുഗവും തമ്മിൽ രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ട്. ബ്രഹ്മാവിൻ്റെ പകലും ബ്രഹ്മാവിൻ്റെ രാത്രി എന്നും പറയപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ പകൽ തന്നെയാണ് വിഷ്ണുവിൻ്റേത്, വിഷ്ണുവിൻ്റേത് തന്നെ ബ്രഹ്മാവിൻ്റേത്. കാര്യം ഒന്നു തന്നെയാണ്. ബ്രഹ്മാവിൻ്റെയും 84 ജന്മങ്ങൾ, വിഷ്ണുവിൻ്റെയും 84 ജന്മങ്ങൾ. ഈ ലീപ് ജന്മത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ബുദ്ധിയിൽ ഇരുത്തേണ്ടതുണ്ട്. ധാരണ ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ ആർക്ക് എങ്ങനെ മനസ്സിലാക്കിക്കാൻ സാധിക്കും? ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതാണെങ്കിൽ വളരെ സഹജമാണ്. കേവലം ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തിന് മുന്നിൽ തന്നെ ഈ പോയിന്റ്സ് കേൾപ്പിക്കൂ. ബാബയിലൂടെ ഈ പദം നേടണം. നരകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. അവരാണെങ്കിൽ തൻ്റെ മാനവ മതം തന്നെയാണ് കേൾപ്പിക്കുക. ഇവിടെയുള്ളത് ഈശ്വരീയ മതമാണ്. അത് ആത്മാക്കളായ നമുക്ക് ഈശ്വരനിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. നിരാകാര ആത്മാക്കൾക്ക് നിരാകാരനായ പരമാത്മാവിൻ്റെ മതം ലഭിക്കുന്നു. ബാക്കിയെല്ലാം മാനവ മതമാണ്. രാപ്പകലിൻ്റെ വ്യത്യാസമുണ്ടല്ലോ. സന്യാസി, ഉദാസി ആദിയായ ആർക്കും തന്നെ നൽകുവാൻ സാധിക്കില്ല. ഈശ്വരീയ മതം ഒരേ ഒരു തവണയാണ് ലഭിക്കുന്നത്. എപ്പോഴാണോ ഈശ്വരൻ വരുന്നത്, അപ്പോൾ ആ ഒന്നിൻ്റെ മതത്തിലൂടെ നമ്മൾ ഇതാകുന്നു. ആ ഒന്ന് വരുന്നത് തന്നെ ദേവീ ദേവതാ ധർമ്മം സ്ഥാപിക്കുവാനാണ്. ഈ പോയിന്റ്സും ധാരണ ചെയ്യേണ്ടത് ആവശ്യമാണ്. അത് സമയത്തിന് ഉപയോഗത്തിൽ വരും. മുഖ്യമായ കാര്യം ഒരല്പം മനസ്സിലാക്കിച്ചാൽ പോലും ധാരാളം തന്നെ. ഒരു ലക്ഷ്മി നാരായണൻ്റെ ചിത്രത്തിന്മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും ധാരാളമാണ്. ഇതാണ് എയിം ഒബ്ജക്റ്റിൻ്റെ ചിത്രം. ഭഗവാനാണ് ഈ പുതിയ ലോകം രചിച്ചത്. ഭഗവാൻ തന്നെയാണ് പുരുഷോത്തമ സംഗമയുഗത്തിൽ ഇവരെ പഠിപ്പിച്ചിരുന്നത്. ഈ പുരുഷോത്തമ യുഗത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. കുട്ടികൾക്ക് ഈ കാര്യങ്ങളെല്ലാം കേൾക്കവേ എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്.
കേട്ട ശേഷം പിന്നെ കേൾപ്പിക്കുന്നതിൽ കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. സർവീസ് ചെയ്യുന്നവരെ തന്നെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കക്ഷത്തിൽ സത്യമായ ഗീതയാണ്. ബ്രാഹ്മണരിലും നമ്പർ വൈസ് ആണല്ലോ. ചില ബ്രാഹ്മണരാണെങ്കിൽ വളരെ പ്രസിദ്ധരായിരിക്കും, ധാരാളം സമ്പാദിക്കും. ചിലർക്കാണെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി പോലും ലഭിക്കുന്നത് പ്രയാസമാണ്. ചില ബ്രാഹ്മണരാണെങ്കിൽ ലക്ഷപതിയായിരിക്കും. വളരെ സന്തോഷത്തോടെ ലഹരിയോട് പറയുന്നു, നമ്മൾ ബ്രാഹ്മണ കുലത്തിലേതാണ്. സത്യസത്യമായ ബ്രാഹ്മണ കുലത്തെക്കുറിച്ച് അറിയുകയില്ല. ബ്രാഹ്മണർ ഉത്തമരായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ ബ്രാഹ്മണരെ കഴിപ്പിക്കുന്നു. ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ധർമ്മങ്ങളിലുള്ളവരെ ഒരിക്കലും കഴിപ്പിക്കുകയില്ല. ബ്രാഹ്മണരെ മാത്രമാണ് കഴിപ്പിക്കുന്നത്. അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾ ബ്രാഹ്മണർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ബ്രാഹ്മണരുടെയും സംഘടനയുണ്ട്. അത് പരിശോധിച്ചു വേണം പോകാൻ. ബ്രാഹ്മണർ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമായിരിക്കേണ്ടതാണ്. നമ്മൾ ആ ഒന്നിൻ്റെ സന്താനമാണ്. ബ്രഹ്മാവ് ആരുടെ സന്താനമാണ്? അതും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എവിടെയെല്ലാമാണ് അവരുടെ സംഘടനയുള്ളത് എന്ന് പരിശോധിക്കണം. നിങ്ങൾക്ക് വളരെ പേരുടെ മംഗളം ചെയ്യുവാൻ സാധിക്കും. വാനപ്രസ്ഥരായ സ്ത്രീകളുടെയും സഭകളുണ്ട്. നമ്മൾ എവിടെയെല്ലാം പോയി എന്ന് ബാബയ്ക്ക് ആരും സമാചാരം നൽകുന്നില്ല. മുഴുവൻ കാടും നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എവിടെ പോയാലും വേട്ടയാടി വരും, പ്രജകളെ ഉണ്ടാക്കി വരും. രാജാവിനെയും തയ്യാറാക്കാൻ സാധിക്കും. സർവീസ് അനേകമുണ്ട്. വൈകുന്നേരം 5 മണിക്ക് ഒഴിവ് ലഭിക്കുന്നു. ഇന്ന് ഇന്ന ഇടങ്ങളിൽ പോകണം എന്ന് ലിസ്റ്റിൽ നോട്ട് ചെയ്യണം. ബാബ യുക്തികൾ വളരെയധികം പറഞ്ഞു തരുന്നു. ബാബ കുട്ടികളോട് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ ഉറച്ച നിശ്ചയം വേണം, ഞാൻ ആത്മാവാണ്. ബാബ അഥവാ പരമാത്മാവ് നമ്മളെ കേൾപ്പിക്കുന്നു. നമുക്ക് ധാരണ ചെയ്യേണ്ടതുണ്ട്. ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യുമ്പോൾ പിന്നെ സംസ്കാരം എടുത്തുകൊണ്ടു പോകുന്നു. അപ്പോൾ അടുത്ത ജന്മത്തിലും ആ സംസ്കാരം എമർജാകുന്നു. സംസ്കാരം എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് പറയാറുണ്ട്. ആരാണോ വളരെയധികം ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് അവരെ അതോറിറ്റി എന്ന് പറയുന്നു. അവർ സ്വയം ഓൾമൈറ്റിയായി മനസ്സിലാക്കില്ല. ഇത് കളിയാണ്. അത് ബാബ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. പുതിയ കാര്യമല്ല, ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. അത് മനസ്സിലാക്കേണ്ട ഒന്നാണ്. മനുഷ്യർ ഇത് പഴയ ലോകമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ്. മഹാഭാരത യുദ്ധം മുന്നിൽ നിൽക്കുന്നു. മനുഷ്യർ അജ്ഞാന അന്ധകാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അജ്ഞാനം എന്ന് ഭക്തിയെ പറയുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരം ബാബ തന്നെയാണ്. ആരാണോ വളരെയധികം ഭക്തി ചെയ്യുന്നത് അവർ ഭക്തിയുടെ സാഗരമാണ്. ഭക്തരുടെ മാലയും ഉണ്ടല്ലോ. ഭക്തമാലയിലെയും പേരുകൾ ശേഖരിക്കേണ്ടതാണ്. ഭക്തമാല ദ്വാപരം മുതൽ കലിയുഗം വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ആര് മുഴുവൻ ദിവസവും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമോ അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മാലയാണെങ്കിൽ വളരെ നീണ്ടതാണ്. ആയിരങ്ങളുടെ സംഖ്യയിലുണ്ട്. അതായത് ആയിരക്കണക്കിന് മുത്തുകളുണ്ട്. ചിലർ ഒരിടത്ത് നിന്നും ചിലർ മറ്റൊരിടത്ത് നിന്നും വലിക്കുന്നു, അതായത് തിരിക്കുന്നു. ഇത്രയും വലിയ മാല ഉണ്ടാക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. വായ്കൊണ്ട് രാമരാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതും ചോദിക്കേണ്ടി വരും, ആരെയാണ് രാമരാമ എന്ന് പറഞ്ഞ് ഓർമ്മിക്കുന്നത്? നിങ്ങൾക്കും എവിടെയും സത്സംഗത്തിലോ മറ്റോ പോയി മിക്സായി ഇരിക്കാൻ സാധിക്കും. ഹനുമാന്റെ ഉദാഹരണമുണ്ടല്ലോ. എവിടെ സത്സംഗം നടക്കുമായിരുന്നോ അവിടെ ചെരുപ്പുകളിൽ പോയി ഇരിക്കുമായിരുന്നു. നിങ്ങളും ചാൻസ് എടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് വളരെയധികം സർവീസ് ചെയ്യാൻ സാധിക്കും. എപ്പോഴാണോ ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നത്,
ജ്ഞാനത്തിൽ ലഹരി പിടിച്ചവർ ആയിരിക്കുന്നത്, അപ്പോൾ സർവീസിൽ സഫലതയുണ്ടാകും. സർവീസിൻ്റെ അനേകം യുക്തികളുണ്ട്. രാമായണം, ഭാഗവതം തുടങ്ങിയവയുടെയും വളരെയധികം കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകാൻ സാധിക്കും. കേവലം അന്ധവിശ്വാസത്തോടെ ഇരുന്ന് സത്സംഗം നടത്തരുത്. പറയൂ, നമ്മൾ താങ്കളുടെ മംഗളം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ ഭക്തി തികച്ചും വ്യത്യസ്തമാണ്. ഈ ജ്ഞാനം വ്യത്യസ്തമാണ്. ജ്ഞാനം ഒരു ജ്ഞാനേശ്വരനായ ബാബ തന്നെയാണ് നൽകുന്നത്. സർവീസ് വളരെയധികമുണ്ട്. കേവലം ഇത് പറയൂ, ഉയർന്നതിലും ഉയർന്നത് ആരാണ്? ഉയർന്നതിലും ഉയർന്നത് ഒരേ ഒരു ഭഗവാനാണ്. സമ്പത്തും ആ ഒന്നിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. ബാക്കിയുള്ളത് രചനയാണ്. കുട്ടികൾക്ക് സർവീസിൻ്റെ താല്പര്യം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്ക് രാജ്യം ഭരിക്കണമെങ്കിൽ പ്രജയെയും തയ്യാറാക്കേണ്ടതുണ്ട്. ഈ മഹാമന്ത്രം കുറഞ്ഞതൊന്നുമല്ല. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ അന്തമതി സ്വഗതി ഉണ്ടാകും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ബാബ ഏതൊരു വശീകരണ മന്ത്രം നൽകിയോ അത് എല്ലാവരെയും ഓർമ്മിപ്പിക്കണം. സർവീസിൻ്റെ ഭിന്ന ഭിന്ന യുക്തികൾ രചിക്കണം. ജനത്തിരക്കിൽ തൻ്റെ സമയം പാഴാക്കരുത്. ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് ബുദ്ധിയിൽ വച്ച് ജ്ഞാനത്തിൽ ലഹരി പിടിച്ച് ഇരിക്കണം. ഹനുമാനെ പോലെ സത്സംഗങ്ങളിൽ പോയി ഇരിക്കണം. പിന്നെ അവരുടെ സേവനവും ചെയ്യണം. സന്തോഷത്തിൽ ഇരിക്കുന്നതിനായി മുഴുവൻ ദിവസവും സേവനം ചെയ്യണം. വരദാനം. ഞാൻ എന്നതും എൻ്റേത് എന്ന ഭാവവും ബലിയർപ്പിക്കുന്ന സമ്പൂർണ്ണ മഹാബലിയായി ഭവിക്കട്ടെ. പരിധിയുള്ള ഏതെങ്കിലും വ്യക്തിയോടോ വൈഭവത്തോടോ ഉള്ള ചായ്വ് ഇത് തന്നെയാണ് എൻ്റേതെന്ന ഭാവം. ഈ എൻ്റേതെന്ന ഭാവവും ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് ചെയ്തത്, ഈ ഞാനെന്ന ഭാവത്തെ സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുന്നവർ, അതായത് ബലി അർപ്പിക്കുന്നവർ തന്നെയാണ് മഹാബലി. എപ്പോഴാണോ പരിധിയുള്ള ഞാൻ എന്നതും എൻ്റേതെന്ന ഭാവവും സമർപ്പണമാകുന്നത്, അപ്പോൾ സമ്പൂർണവും ബാബയ്ക്ക് സമാനവും ആകും. ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് പാടില്ല. ബാബ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാബ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാര്യത്തിലും ഞാൻ എന്നതിന് പകരം സദാ നാച്ചുറൽ ഭാഷയിൽ പോലും ബാബ എന്ന വാക്ക് തന്നെ വരണം, ഞാൻ എന്ന വാക്കല്ല. സ്ലോഗൻ. ചിന്തിക്കുന്നതും ചെയ്യുന്നതും സമാനം ആകുന്ന തരത്തിൽ സങ്കല്പങ്ങളിൽ ദൃഢത ധാരണ ചെയ്യൂ. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. സമയമനുസരിച്ച് ഇപ്പോൾ മനസ്സായും വാചായും ഒരുമിച്ച് സേവനം ചെയ്യൂ. എന്നാൽ വാചാ സേവനം സഹജമാണ്. മനസ്സായുടെ കാര്യത്തിൽ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. അതിനാൽ സർവ ആത്മാക്കളെ പ്രതിയും മനസ്സിൽ ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സങ്കല്പം ഉണ്ടായിരിക്കട്ടെ. വാക്കിൽ മധുരതയുടെയും സന്തുഷ്ടതയുടെയും സരളതയുടെയും നവീനത ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ സഹജമായി സഫലത ലഭിച്ചുകൊണ്ടിരിക്കും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഈ ദൃശ്യ പ്രപഞ്ചത്തിലെ സകലത്തിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെ സ്വതന്ത്രമാക്കുകയാണ്. ഒരു അവിനാശി ഊർജമായ എൻ്റെ നിജസ്വരൂപത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന ഒരു പ്രകാശ ബിന്ദുവാണ് ഞാൻ. എൻ്റെ ഈ ആത്മചൈതന്യത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ സ്വാഭാവികമായി ഞാൻ എൻ്റെ ശാന്ത സ്വരൂപ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ഞാൻ ശാന്ത സ്വരൂപമാണ്. എന്നിൽ നിന്നും ശാന്തിയുടെ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. എൻ്റെ സങ്കൽപ്പ ശക്തിയിലൂടെ ഞാൻ എൻ്റെ സ്വഗ്രഹത്തിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. സ്മൃതിയുടെ ശക്തി കൊണ്ട് ഈ ശരീരത്തിൽ നിന്നും ഒരു സൂക്ഷ്മ നക്ഷത്രമായി വേറിട്ട് സൂര്യനും ചന്ദ്രനും താരാഗണങ്ങളും അടങ്ങിയ ഈ ദൃശ്യപ്രപഞ്ചത്തിനും ഉപരിയായി ബ്രഹ്മലോകത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. സർവത്ര ശാന്തി നിറഞ്ഞ, സ്വീറ്റ് സൈലൻസ് നിറഞ്ഞ ഈ ദിവ്യഗ്രഹത്തിൽ ഞാൻ ബിന്ദു രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ദിവ്യമായ സ്നേഹത്തിൻ്റെ ശീതള കിരണങ്ങൾ എന്നെ സ്പർശിക്കുകയാണ്. എൻ്റെ സത്പിതാവും സത്ശിക്ഷകനും സദ്ഗുരുവുമായി ബാബയുടെ സമീപത്തിൽ ഞാൻ ആകർഷിക്കപ്പെടുന്നു. പരമാത്മാ സാമീപ്യത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ആ പരമശക്തിയിൽ നിന്നും പ്രവഹിക്കുന്ന നിർമ്മലമായ സ്നേഹത്തിൻ്റെയും പരമമായ ശാന്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. ഞാനിപ്പോൾ ബാബയുടെ സർവശക്തി സ്വരൂപം അനുഭവിക്കുകയാണ്.
സർവശക്തിവാനായ പരമാത്മാവിൽ നിന്നും സമസ്ത ശക്തികളുടെയും അത്ഭുത കിരണങ്ങൾ എന്നിൽ പതിക്കുമ്പോൾ അജ്ഞാനകാലത്തിലെ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രമാവുകയാണ്. ഞാൻ ഭാരരഹിതമാവുകയാണ്. സർവപ്രഭാവമുക്തമായ സാക്ഷിഭാവം ഞാൻ ധാരണ ചെയ്യുന്നു. പരമാത്മാ സ്നേഹവും ശാന്തിയും ശക്തിയും നിറഞ്ഞ ഈ ഉന്നതമായ സ്ഥിതി കൈവരിച്ച് എൻ്റെ കർമ്മക്ഷേത്രമായ ദൃശ്യപ്രപഞ്ചത്തിലേക്ക് മടങ്ങി വന്ന് ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ സ്വരാജ്യ അധികാരിയായി സ്ഥിതി ചെയ്യുന്നു.